ഇന്ത്യയെ പോലെ നിയമം നിർമ്മിക്കുന്ന വല്ല രാജ്യങ്ങളുണ്ടോ എന്നല്ല. 75 lakhs ഒക്കെ വാങ്ങുന്ന വക്കീൽമാരുണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല. അത്ര മനോഹരമായ ഒരാമുഖം വേറെ വല്ല ഭരണഘടനയ്ക്ക് ഉണ്ടോ എന്ന് പോലും അത്രയ്ക്ക് മനോഹരമാണ്. കമാൽ പാഷ എൻ്റെ ഒരു വർഷം ജൂനിയറായിരുന്നു. ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരം പോയാൽ തന്നെ ഉണ്ടാവും. അപ്പോൾ തോണിയിൽ കുട്ടികളെല്ലാം നിറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായി ദീർഘകാലം സർവീസിലിരുന്ന റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് അലി മുഹമ്മദ് തയ്യിൽ അവർകളാണ്. അദ്ദേഹം തൻ്റെ സർവീസ് കാലഘട്ടത്തെക്കുറിച്ചും ജീവിതയാത്രയെക്കുറിച്ചും തൻ്റെ ജുഡീഷ്യറി സേവന കാലഘട്ടത്തിലെ നിരീക്ഷണങ്ങളെക്കുറിച്ചും മറ്റു പൊതു സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മോട് ഈ എപ്പിസോഡുകളിൽ സംസാരിക്കുന്നത്. സർ പീസ് റേഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. സന്തോഷം. സർക്കാർ സർവീസിൽ ഏറ്റവും ഉയർന്ന കുറേ പദവികളിൽ ഇരിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലക്ക് താങ്കളുടെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ജനനം, അതേപോലെ തന്നെ വളർച്ച, ഇതൊക്കെ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് ഇപ്പോഴും എൻ്റെ നാടായി ഞാൻ കണക്കാക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തെക്കൻകുറ്റൂർ എന്ന ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ പിതാവ് ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കൃഷി ആയിരുന്നു വരുമാനം. മാതാവ് വലിയ ജോലിയൊന്നുമില്ലായിരുന്നു, സാധാരണ സ്ത്രീ ആയിരുന്നു. പിന്നെ ഞാൻ ജനിച്ച് വളർന്നത് അവിടെ തന്നെയാണ്. സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത് കുറ്റൂർ തന്നെയുള്ള ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലാണ്. പിന്നെ കുറച്ചപ്പുറത്തുള്ള കുറ്റൂർ എന്ന് പറയുമ്പോൾ തിരൂരിനടുത്ത് തിരൂർ താലൂക്കിൽ. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് ഞാൻ അല്പം ദൂരെയുള്ള, അത്ര ദൂരം ഇല്ലെങ്കിൽ ഒരു 1.5-2 കിലോമീറ്റർ ദൂരം വീട്ടിൽ നിന്നുണ്ടാവും. പാറക്കല്ല് UP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ തിരുനാവായ ഹൈസ്കൂളിൽ 6 മുതൽ SSLC വരെ അവിടെ പഠിച്ചു. നവാമുകുന്ന ഹൈസ്കൂൾ. ഇല്ല, അന്ന് ആയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഏത് വർഷമാണ് SSLC എഴുതുന്നത്? 67-ലാണ് SSLC ഞാൻ എഴുതി. അന്ന് പൊതുവെ നമ്മളുടെ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം വിദ്യാർത്ഥികൾ SSLC ധാരാളമായിട്ട് എഴുതുന്നവർ തന്നെ കുറവാണ്, പിന്നെ പാസ്സാകുന്നവരും കുറവാണ്. തിരുനാവായിലേക്ക് എങ്ങനെയായിരുന്നു പോയിരുന്നത്? നടന്നിട്ടായിരുന്നു പോയിരുന്നത്. എത്ര കിലോമീറ്റർ? ഏകദേശം 5 കിലോമീറ്റർ നടക്കുമായിരുന്നു. അങ്ങോട്ടും ദിവസം 10 കിലോമീറ്റർ നടക്കും. ഞങ്ങൾ കുറേ കുട്ടികളുണ്ടാവും, ഒന്നിച്ചിങ്ങനെ നടന്നു പോകും. 67 ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു പ്രാതിനിധ്യം എത്രമാത്രം ഉണ്ടായിരുന്നു? പെൺകുട്ടികൾ പൊതുവെ കുറവായിരുന്നു, ആൺകുട്ടികളായിരുന്നു കൂടുതലുള്ളത്. ഒന്നിച്ച് ക്ലാസ്സിൽ ഒന്നിച്ച് തന്നെ ആയിരുന്നു എല്ലാവരും. ഈ നടക്കാൻ എളുപ്പം കൂടെയുള്ള ആൾക്കാണ് നവാമുകുന്നേക്ക് എത്തിയത്. തിരൂർ ബോയ്സ് ഒക്കെ തിരൂർ ബോയ്സിന് കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ദൂരം പോകണമായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ കാക്ക ഒരൊക്കെ, മൂത്ത കാക്കയും പിന്നെയുള്ള കാക്കയും എല്ലാവരും പഠിച്ച അവിടെ ഹൈസ്കൂളുകൾ അവിടെ ഞങ്ങളെ നാട്ടിലെല്ലാവരും അവിടെ ആയിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ പോയതാണ്. ഹൈസ്കൂൾ SSLC തന്നെ ആയിരുന്നു അന്ന് പറഞ്ഞ ഹൈസ്കൂളിന്? SSLC തന്നെ ആയിരുന്നു പറഞ്ഞത്. അതിനുശേഷം പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചത് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അത് വീണ്ടും ഒരു 2-3 കിലോമീറ്റർ ദൂരം. ഭാരതപ്പുഴ കടന്നു. ഭാരതപ്പുഴ ഒരു തോണിയാണ് കിടക്കുക. അത് കാലവർഷം വന്നാൽ ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരം പുഴ തന്നെ ഉണ്ടാവും. അപ്പോൾ തോണിയിൽ കൂടി കുട്ടികളെല്ലാം നിറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. എത്ര രൂപയാണ് തോണി കടത്തുകാരന്? 5 പൈസ 10 പൈസ ഒക്കെ കൊടുക്കുക. അന്നാണോ ഉമ്മൻചാണ്ടിൻ്റെയും AK ആൻ്റണിയൊക്കെ നേതൃത്വത്തിൽ പിന്നെ പൈസ ഈ വിദ്യാർത്ഥികളുടെ ഈ കടത്തുകൂലി കുറക്കാനുള്ള സമരം നടന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സമരം അതിനാണോന്നറിയില്ല. വിദ്യാർത്ഥികളുടെ എന്തോ ആവശ്യങ്ങൾ സമരം നടന്നത് ഓർക്കുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഉമ്മൻചാണ്ടിയൊക്കെയാണെന്ന് തോന്നുന്നു അന്നത്തെ
KSUവിൻ്റെ ഒരു പ്രസിഡന്റ്. അങ്ങനെയുള്ള സമരങ്ങളെ പറ്റിയൊക്കെ അറിയാം. ഞാനങ്ങനെ രാഷ്ട്രീയ സംഘടനകളിലൊന്നും ഉണ്ടായിട്ടില്ല. കാണും, വീക്ഷിക്കും, അത്രയേ ഉള്ളൂ. തവനൂരാണ് പ്രീ ഡിഗ്രി. ഡിഗ്രി അവിടെ പ്രിപ്പറേറ്ററി എന്നാ പറയാ. കാരണം ഈ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പോൾ ഒരു തരം ഒരു ഗ്രാമീണമായ ഒരു വിദ്യാലയമായിരുന്നത്. അപ്പം അവരെന്തോ കാരണം കൊണ്ട് പ്രിപ്പറേറ്ററി എന്നാക്കിയത്. അത് മറ്റു പ്രീ ഡിഗ്രിക്ക് തുല്യം തന്നെ. ഡിഗ്രിക്കൊക്കെ പോകണേ തടസ്സമില്ല, ഒരു തടസ്സമില്ല. അതിനുശേഷം ഡിഗ്രി പഠനം ഞാൻ ഫറൂഖ് കോളേജിലാണ് BSc ഡിഗ്രി എടുത്തത്. ഫറൂഖ് കോളേജ് ഹോസ്റ്റലായിരുന്നു. അവിടുന്ന് പിന്നെ ഹോസ്റ്റലായിരുന്നു. ഫറൂഖ് കോളേജിൽ BSc ബോട്ടണിയാണ് എടുത്തത്. അതിനുശേഷമാണ് നിയമ പഠനത്തിലേക്ക് തിരിയുന്നത്. അത് തിരുവനന്തപുരം ലോ കോളേജിലാണ് ഞാൻ എൻ്റെ LLB എടുത്തത്. ഈ BSc ബോട്ടണി പഠനകാലത്താണോ ഈ നിയമം പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി വരുന്നത്? ഏകദേശം. അന്നൊക്കെ എനിക്ക് നിയമത്തോടും നിയമജ്ഞരോടും വക്കീൽമാരും ഒക്കെ വലിയൊരു എന്തോ ഒരു ആവേശമായിരുന്നു. അന്നൊക്കെ എൻ്റെ മനസ്സിൽ വലിയ ആരാധന പുരുഷന്മാരെന്ന് പറയാൻ വലിയ പലിക്കുവാല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ അന്ന് ഇല്ലസ്ട്രേറ്റ് വീക്കിലി ഒക്കെ വളരെ പ്രചാരത്തിലാണ്. അപ്പം അതിൽ ഇങ്ങേരുടെ പ്രസംഗങ്ങൾ ലൈബ്രറി എന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങേരുടെ പ്രസംഗങ്ങളും അതും ഇതും. അപ്പം അങ്ങനെ ഒരു താല്പര്യം തോന്നി. കോട്ടക്കെട്ട് വാദിക്കുക എന്നൊരു വലിയ രസമുള്ള കാര്യം. വാദിക്കാൻ താല്പര്യം. അതന്നെ വാദിക്കുമായിരുന്നു. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞാലും അതിന് ന്യായീകരിക്കാനുള്ള ഒരു തോന്നല്. ഉദാഹരണം പറയാൻ മനസ്സിലാക്കാം. ഞങ്ങൾ ഓരോ കോളേജിൽ കയറി ചെന്നപ്പോഴും എല്ലാവരും പല ഭാഗത്തുനിന്ന് വന്നവരാ. അന്നൊരു ഹാളിൽ റൂം കിട്ടിയില്ല പെട്ടെന്ന്. അപ്പോൾ വലിയൊരു ഹാളിലാണ്. അപ്പോൾ പലരും പല കഥകൾ ഇങ്ങനെ കടങ്കഥകൾ പോലെ പറയും. അപ്പോൾ അതിൽ ചില ഒരു വലിയ കഥ പറഞ്ഞാൽ 2 ട്രെയിനിൻ്റെ കാര്യം. ഒരു ട്രെയിൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ ഇന്ന സമയത്ത് പുറപ്പെട്ടു. മറ്റേ വേറെ കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നു. അത് രണ്ടും കൂടി കൊല്ലത്ത് ഇവിടെ സെൻട്രൽ കൊല്ലത്ത് വന്ന് കൂട്ടിമുട്ടി. അപ്പോൾ ഏത് ട്രെയിനായിരിക്കും തിരുവനന്തപുരം സ്റ്റേഷനോട് ഏറ്റവും അടുത്തതെന്നൊരു ചോദ്യം. അപ്പോൾ പലർക്കും പെട്ടെന്ന് തോന്നുന്ന തിരുവനന്തപുരത്ത് നിന്ന് വന്ന ട്രെയിനാണെന്നായിരുന്നു. വാസ്തവത്തിൽ അതിന്റെ യഥാർത്ഥ ഉത്തരം രണ്ടും ഒരേ ദൂരത്തിലാണെന്നുള്ളത്. കാസർഗോഡ് നിന്ന് വന്നതായാലും തിരുവനന്തപുരത്ത് വന്നതാണെങ്കിലും ഒരേ ദൂരമായിരിക്കും തിരുവനന്തപുരം. പക്ഷെ ഞാനും മറ്റേ ആൻസറാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഏറ്റവും ദൂരം ഏറ്റവും അടുത്ത് ഞാൻ പറഞ്ഞു കൊല്ലത്ത് നിന്ന് വന്നത് അല്ല തിരുവനന്തപുരത്ത് വന്നതാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്കൊരു വാശി, അത് ശരിയല്ല, സ്ഥാപിക്കണം. അപ്പോൾ ഞാനൊരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു. അവിടെ പണ്ട് ഈ ശാസ്ത്രത്തിൽ സയൻസിൽ പഠിക്കുമ്പോൾ ഏത് വസ്തുവും നമ്മൾ ഒന്നിച്ച് ചേർത്താൽ എത്ര ഒട്ടിപ്പിടിച്ചാലും അതിനുള്ളിൽ സ്പേസ് ഉണ്ടാവും. എത്ര തന്നെ നാം ഒട്ടിച്ചേർത്താലും എയർ സ്പേസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു എയർ സ്പേസ് അതിനുള്ളിൽ ഉണ്ടാകും. ആ എയർ സ്പേസിന്റെ ദൂരം കണക്കാക്കിയാൽ കൊല്ലത്ത് നിന്നുള്ളതായിരിക്കും ഏറ്റവും. കാരണം ആ എയർ സ്പേസിന്റെ ദൂരം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇത് വലിയ തലയാണ്. ഈ തല വളരെ നല്ല തലയുള്ളത് എല്ലാവരും. അല്ല അങ്ങനെ അല്ല ഒരു ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു തോന്നൽ വാദിക്കുക എന്നുള്ളത് അങ്ങനെ. അതുകൊണ്ടാണ് ഞാനൊരു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ പൊതുവെ ഈ പ്രായത്തിൽ നിങ്ങളെ കാണുമ്പോൾ ആരോടും അങ്ങനെ ആർഗ്യൂ ചെയ്യാത്ത വാദിക്കാത്ത ദേഷ്യത്തിലൊന്നും അല്ല ചെയ്യുന്നത്. അംഗീകരിച്ചു കൊടുക്കുന്ന ഒരാളായിട്ടാണ്. അംഗീകരിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെ വലിയ ഘട്ടം വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ട് നല്ലൊരു. ഞാൻ എൻ്റെ പിതാവുമായൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാദിക്കായിരുന്നു. അതാകുമ്പോൾ എല്ലാവരും കുട്ടികളോട് പറയുമല്ലോ, ചില കുട്ടികൾ അവരെ വാദം അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഭാവിയിൽ ഒരു വക്കീലാണ് അങ്ങനെ വല്ലതും പറയായിരുന്നു. പക്ഷെ ഞാനത് എന്നെപ്പോൾ തോന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ അല്ല സാധാരണ രീതിയിൽ നമ്മളങ്ങനെ വല്ല വാശിക്കൊന്നും നിൽക്കാറില്ല. അങ്ങനെ പൊതുവെ എനിക്കൊരു ഒരു വാദം നിയമം ഇതിനൊക്കെ ഒരു എന്തോ ഒരു താല്പര്യം ഡിഗ്രി പഠനകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലാണ് ലോന് ചേർന്നത്. ആ സമയത്ത് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ എൻട്രൻസ് ഇല്ല, നമ്മളെ ഡിഗ്രി ബേസിൽ മാർക്ക് നോക്കി ചേർക്കണ സിസ്റ്റം ആണുള്ളത് അല്ലേ? ഏതായിരുന്നു കോഴ്സ്? LLM പോയിട്ടില്ല. അത് LLB കഴിഞ്ഞിട്ടുള്ള LLB ആണ് ആദ്യം ചെയ്തതല്ലേ? ഡിഗ്രി LLB ചെയ്തിട്ടുള്ളൂ, പിന്നെ പോയിട്ടില്ല. പോയിട്ടില്ല അല്ലേ? LLB മതി നമുക്ക്. അന്ന് എത്ര വർഷമാണ് LLB? 3 വർഷം. 3 വർഷം.
അതിനകത്ത് ജനറൽ ആയിട്ടുള്ള പഠനങ്ങളാണ്, സ്പെഷ്യലൈസ്ഡ് ഏരിയകൾ? അതിനകത്ത് നിയമം തന്നെ, നിയമത്തിൻ്റെ പല നിയമങ്ങൾ. അപ്പോൾ CRPC, IPC, ഫാമിലി ലോ, അതിൽ തന്നെ മുസ്ലിം ലോ, ഹിന്ദു ലോ, പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്, ഇങ്ങനെ അത് വേറെ സബ്ജക്റ്റ്. ഒരു സ്റ്റാറ്റ്യൂട്ടിനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ഇങ്ങനെ അങ്ങനെ പലതും, അങ്ങനെ 5-6 സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലൈസേഷൻ തേർഡ് ഇയറിലാന്ന് തോന്നുന്നു. ടാക്സിന് സ്പെഷ്യലൈസേഷൻ, ലേബറിന്, ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ അധ്യാപകർ വളരെ പ്രഗത്ഭരായ ആരെങ്കിലും ഓർത്തെടുക്കാൻ കഴിയും? അന്നത്തെ പ്രിൻസിപ്പള് വളരെ പ്രഗത്ഭനായ ഒരു ശങ്കരദാസൻ തമ്പി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു നിയമത്തിനും നല്ല ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്. പിന്നെ നല്ല അധ്യാപകരുണ്ടായിരുന്നു. ഗവൺമെന്റ് കോളേജും കൂടെയാണ്. പിന്നെ പിൽക്കാലത്ത് കോടതികളിലൊന്നും എത്തിയ ആളുകളൊന്നോ? വക്കീലായിട്ടൊക്കെ അല്ല, വക്കീലോ ജഡ്ജോ ആയിട്ട് എൻ്റെ അധ്യാപകരുടെ കൂട്ടത്തിൽ ജഡ്ജി ആയിട്ടുണ്ട്. കൃഷ്ണൻ നായർ ഹൈക്കോടതി ഡിസ്ട്രിക്ട് ജഡ്ജിയായി, പിന്നെ ഹൈക്കോടതി ജഡ്ജിയായി. ഓക്കെ. എന്നെ പഠിപ്പിച്ച സഹപാഠികളുണ്ട്, പലരുണ്ട്. ഹൈക്കോടതി ജഡ്ജിയായ ഒരു 2 ആളുണ്ട്. സുപ്രീം കോടതിയിലേക്ക് ആരെങ്കിലും? സുപ്രീം കോടതിയിലേക്ക് ആരും പോയി, ഹൈക്കോടതിയിലെത്തിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാവുന്ന ഇന്ന് അങ്ങനെ വൃത്തത്തിൽ ആരെങ്കിലും ഉണ്ടോ? കമാൽ പാഷയെ പോലെ? കമാൽ പാഷ എൻ്റെ 1 വർഷം ജൂനിയർ ആയിരുന്നു. ജൂനിയറാണല്ലേ? പിന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, അങ്ങനെയൊക്കെ ഒന്നിച്ച് പഠിച്ചവരെ. പിന്നെ ഒരു രാമകൃഷ്ണ പിള്ള, അങ്ങനെ രണ്ട് ജഡ്ജസ്. പിന്നെ കമാൽ പാഷ, അദ്ദേഹം 1 വർഷം ജൂനിയർ ആയിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ലോ കോളേജിൽ ഒരേ സമയത്ത് കോളേജിലുണ്ടായിരുന്ന ആളുകളല്ലേ? ഈ LLB അതേപോലെ LLM ഈ പഠനത്തിന് ഇപ്പം അന്ന് മുതൽ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ? ഇന്നിപ്പോൾ LLB ലോ കോളേജുകൾ കുറേ അധികമുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ തന്നെ കുറേ ഉണ്ട്. അന്ന് ആകെ ഉള്ളത് കോഴിക്കോട് ഒരു ലോ കോളേജ്, പിന്നെ തിരുവനന്തപുരത്ത് ലോ കോളേജ്, പിന്നെ ഒരു ലോ അക്കാഡമി ഉണ്ടായിരുന്നു, വേറെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ ഈ കുറച്ച് രാഷ്ട്രീയക്കാർ മിക്കവാറും എല്ലാം എടുക്കുന്നത് ലോ അക്കാഡമി എന്നായിരിക്കും. ഒരു ലേഡി ആണല്ലോ അതിൻ്റെ ഒരു ശരി. അത് അന്ന് ഒരു കൃഷ്ണൻ നായരായിരുന്നു, ഡോക്ടർ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു പിന്നീട് അതിൻ്റെ ചുമതലയേറ്റെന്ന് തോന്നുന്നു. അത് ഗവൺമെന്റ് കോളേജ് അല്ല, അത് പ്രൈവറ്റാണ്. ഈ നിയമപഠനത്തിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെ എക്സ്പെൻസീവാ? ഈ നിയമപഠനം അത് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഗവൺമെന്റ് ലെവലിൽ കുറഞ്ഞ ഫീസും കാര്യങ്ങളും. പക്ഷേ ഈ ഈവനിങ് കോഴ്സുകൾക്കൊക്കെ നല്ല. സുപ്രീം കോടതി എത്തിയ ഒരാളും നമ്മൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്, അദ്ദേഹം ലോ അക്കാഡമിയിലാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ഹോസ്റ്റലിലായിരുന്നു, നായർ യൂണിയൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഈ സിറിയക് തോമസ് എന്നൊക്കെ പറഞ്ഞ ജസ്റ്റിസ് ഒക്കെ ആ സമയത്ത് അന്ന് എൻ്റെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ അറിയായിരുന്നു സർവീസ് കയറിയതിന് ശേഷം. ജഡ്ജി ആയ ഒരു കരിയർക്ക് ഒരു വക്കീലായിട്ട് പിന്നെ സാറ് പ്രാക്ടീസൊക്കെ എവിടെയായിരുന്നു ആരംഭിച്ചത്? വക്കീലായിട്ട് ഞാൻ ആദ്യം തുടങ്ങിയത് മണ്ണാർക്കാടാണ്. അവിടെ മണ്ണാർക്കാട് കോളേജിൽ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, ഹുസൈൻ ഉണ്ട്, അവിടെ ലെക്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞ് ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം ഞാൻ മണ്ണാർക്കാട് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം പിന്നെ എൻ്റെ സീനിയറിൻ്റെ മുഹമ്മദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് എന്ന് പറയും, അദ്ദേഹം നല്ല കേസുള്ള വക്കീലായിരുന്നു. അടുത്ത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സ്വദേശം പെരിന്തൽമണ്ണയാണ്, പിന്നെ മണ്ണാർക്കാട് സെറ്റിൽ ചെയ്ത് അദ്ദേഹം. പിന്നെ അതിനുശേഷം ഞാൻ ഒറ്റപ്പാലം, അദ്ദേഹത്തിൻ്റെ കുറേ കേസുകൾ ഒരു പോലീസ് സ്റ്റേഷൻ ഷിഫ്റ്റ് ചെയ്തതോടുകൂടി അങ്ങോട്ട് ഒറ്റപ്പാലം ജുഡീഷ്യനിൽ വന്നു. അപ്പം ഞാൻ കുറേ കേസായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു ഒറ്റപ്പാലം എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ അമ്മാവൻ്റെ നാട് ഒറ്റപ്പാലമാണ്. അപ്പോൾ ഒറ്റപ്പാലം എൻ്റെ അമ്മാവനും അവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒറ്റപ്പാലം ഒരു ഒന്നിച്ചില്ല വർഷം പ്രാക്ടീസ് ചെയ്ത് പിന്നെ എനിക്ക് തോന്നി നാട്ടിലാകാൻ നല്ലത്. അങ്ങനെ പിന്നെ തിരൂർ വന്നു. തിരൂർ കോടതിയിലാണ്. പിന്നെ എത്ര വർഷമാണ് തിരൂർ കോടതിയിൽ? തിരൂർ 8-9 വർഷം ഞാൻ പ്രാക്ടീസ്. അന്ന് നിങ്ങൾ ഏറ്റെടുത്തിരുന്ന കേസുകളുടെ ഒരു സ്വഭാവം ഏത് തരത്തിലുള്ള കേസുകളായിരുന്നു? ഞാൻ എല്ലാ കേസുകളും അറ്റൻഡ് ചെയ്യലാണ്? അത് എൻ്റെ സീനിയർ അഹമ്മദ് വക്കീൽ, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹം ക്രിമിനൽ സൈഡിലായിരുന്നു പ്രാക്ടീസ് ചെയ്ത് കാര്യമായിട്ട്. മുമ്പൊക്കെ സിവിൽ സൈഡിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം ഫുള്ളി ക്രിമിനൽ സൈഡിലായി മാറിയിരുന്നു. അപ്പോൾ ഞാൻ ക്രിമിനൽ
ക്രിമിനൽ കേസുകളാണ് കാര്യമായിട്ട്. അദ്ദേഹത്തിന്റെ ജൂനിയർ എന്നുള്ള ആൾക്കാർ പഠിക്കുകയും അതിന്റെ ഞാൻ കുറച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഒരു 3-4 വർഷം കഴിഞ്ഞ ഞാൻ പിന്നെ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ആക്കുന്നത് അതൊരു 3-4 വർഷമാകുന്നു ഇവിടെ സർവീസിൽ കയറും ചെയ്ത്. അന്നത്തെ ഒരു കേസുകളുടെ ഒരു രീതി ഒരു 1980-കളിലോ 80-കളുടെ കേസുകളുടെ ഒരു രീതിയും 2020-ലേക്ക് വരുമ്പോൾ 25-ലേക്കൊക്കെ വരുമ്പോൾ കേസുകളുടെ ഇപ്പോൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത കേസുകളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു. അന്ന് കുറച്ചും കൂടി കേസാണെങ്കിൽ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ? ഒരു സത്യസന്ധമായ ഒരു കേസ് കോടതിക്ക് എത്തുന്നതും ഇന്ന് അനങ്ങിയാൽ കോടതിക്കാണുള്ള ആളുകൾ പോകണം. ഇന്ന് കുറേം കൂടി ആ പ്രൊഫഷൻ കുറച്ചും കൂടെ ഒക്കെ ഒരു കോംപ്ലിക്കേറ്റഡും കുറച്ച് അല്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിവരം. ഞാൻ റിട്ടയർ ചെയ്തിട്ട് തന്നെ 13 വർഷമായി. അതിന് ശേഷമുള്ള കാര്യങ്ങൾ പക്ഷെ പണ്ടൊക്കെ കുറേ കൂടിയൊക്കെ ഒരു സിൻസിയാരിറ്റിയും ഒരു ജെന്യുവിനെസ്സൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ കുറേ കേസ് ഇപ്പോൾ പല കേസുകളും ഇപ്പോൾ ഈസി മണി, ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് കേസുകൾ, ഇതിലൊക്കെ കുറേ വേണ്ടാത്ത പ്രവണതകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിവരം. എനിക്ക് അത് കേസ് തന്നെ ക്യാൻവാസ് നിയമത്തിന്റെ ചെറിയ ലൂപ്പുകൾ ഉപയോഗപ്പെടുത്തി പണം സമ്പാദിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പണ്ട് അത്ര തന്നെ ഇല്ല. പിന്നെ പുതിയ നിയമങ്ങൾ വന്നല്ലോ. പണ്ട് അടിസ്ഥാനപരമായ കുറേ നിയമങ്ങൾ ഉണ്ടായിരുന്നു. CRP, IPC, എവിഡൻസ് ആക്ട്, പിന്നെ കുറച്ച് ഫുഡ് അഡ്മിനിസ്ട്രേഷൻ ആക്ട്, ഇങ്ങനെ കുറച്ച്. ഇന്ന് സാമൂഹ്യമായ പല ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങളും മാറി. കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് നിയമം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രത്യേക നിയമം, പിന്നെ ഈ ഉള്ള നിയമത്തിൽ തന്നെ പുതിയ ഡെവലപ്മെൻറ്റ്സ് പ്രധാനമായിട്ട് പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒക്കെ നയം എന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊന്ന് തണുപ്പിക്കുക തൽക്കാലം. ഉദാഹരണമായിട്ട് എവിടെയെങ്കിലും വെച്ച് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ വലിയ പ്രക്ഷോഭം ഉണ്ടാവും. അപ്പോൾ അതിന് സമാധാനിപ്പിക്കാൻ തൽക്കാലം ഒരു നിയമം ഉണ്ടാക്കും. അങ്ങനെ സ്ത്രീകൾ ഇന്ന സ്ഥലത്ത് വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ അതിന് നൽകുന്ന പ്രത്യേക ശിക്ഷയ്ക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കുക. അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു പോകാം ശരിയായി. അത് ശരിക്കും ഇവിടെ ഉള്ള നിയമം വെച്ച് തന്നെ ബേസിക് തന്നെ വളരെ സഫിഷ്യൻ്റാണ്. പക്ഷേ ഈ നിയമങ്ങൾ പൊതുവെ ഉണ്ടാക്കുന്നത് ഇത്തരം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് കേസിൻ്റെ രൂപം മാറും, സ്വഭാവം മാറും, പ്രാക്ടീസിൻ്റെ രൂപം മാറും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പുതിയ എത്ര നിയമങ്ങൾ വന്ന് മറ്റേ ഇതുണ്ടല്ലോ SC/ST അട്രോസിറ്റീസ്, അത് കുറേ നിയമങ്ങൾ പുതിയ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പുതിയ രീതികളാണ് വരുന്നത്. ഈ നിയമം വേണ്ടത്ര ആലോചിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടൊന്നല്ല ഇപ്പോൾ നിയമനിർമ്മാണ സഭകളിൽ. കാരണം നമ്മുടെ ഇന്ത്യയെ പോലെ നിയമം നിർമ്മിക്കുന്ന വല്ല രാജ്യങ്ങളുണ്ടോ എന്ന് തന്നെയല്ല. കാരണം ദിവസങ്ങളോളം അങ്ങനെ ഈ നിയമങ്ങൾ ഇങ്ങനെ എന്ത് വന്നാലും നിയമം ഉണ്ടാക്കും. അപ്പോൾ അതിന്റെ പരിഹാരമായി എന്നാണ് വിചാരം. ഓരോ MLA ഓരോ MP ആലോചിക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ നിയമം കൊണ്ടുവരാൻ പറ്റും. അത് തന്നെ അങ്ങനെയാണ് ആലോചിച്ച് സ്വകാര്യ ബില്ലുകൾ സമർപ്പിച്ചു. ഒരു നിയമം കൊണ്ടുവന്ന അദ്ദേഹത്തിന് ഞാൻ എന്നെ നിയമം കൊണ്ടുവന്ന ആളാണെന്നുള്ള ഒരു ഇതും കൂടി ക്രെഡിറ്റ് ആണ്. ആവശ്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരെയിരിക്കുന്നത് ഉള്ള നിയമം. ഉദാഹരണം ഒരു IPC ഉപയോഗിച്ചാൽ തന്നെ മിക്കവാറും എല്ലാ ഒഫൻസിനെയും നേരിടാൻ പറ്റും. അതിനൊക്കെ പരിഹരിക്കാവുന്ന നിയമങ്ങളുണ്ട്. പക്ഷെ അതിന് പ്രത്യേക ഒരു നിയമം ഉണ്ടാക്കി. അപ്പോൾ അത് പരിഹരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതോടുകൂടി ആളുകളുടെ കണ്ണിൽ പൊടിയിടൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് കുറേ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ. അത് സത്യത്തിൽ കോടതി വ്യവസ്ഥകൾക്കായിരിക്കും വലിയ പരിക്കേൽപ്പിക്കും. ഇതിന്റെ ഈ നിയമത്തിന്റെ ആധിക്യം. വാസ്തവത്തിൽ ഒരു പൗരൻ ആ രാജ്യത്ത് നിയമം അറിഞ്ഞിരിക്കണം, അറിയുന്നു എന്നാണ് വെപ്പ്. കാരണം ഒരു പ്രിൻസിപ്പിളുണ്ട്, ഇഗ്നോറൻഷ്യ ലെജിസ് നോൺ എക്സ്ക്യൂസ്. നിയമം അറിയില്ല, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. എങ്ങനെ ഇപ്പോൾ ഇത്ര അധികം ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ ഒരു മനുഷ്യൻ അറിഞ്ഞോളന്നില്ല. ഇത്ര അധികം പക്ഷേ വെപ്പ് എന്താണ് നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ എല്ലാവരും നിയമം. പക്ഷെ അത് ശരിയാണ്, വേണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ അപകടം എന്താ? എന്തെങ്കിലും കുഴപ്പം ഒരാളെ പറ്റിച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവനക്ക് പറയാം അത് തെറ്റാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പക്ഷേ നമ്മളെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖം അടക്കം വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല.
ശരിക്കും ആമുഖമെങ്കിലും ഒന്ന് പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കേണ്ടതാണ്. കാരണം ആമുഖം വളരെ മനോഹരമായ നമ്മുടെ ഭരണഘടന, ഇത്ര മനോഹരമായ ഒരാമുഖം വേറെ വല്ല ഭരണഘടനയ്ക്കുണ്ടോ എന്ന് പോലും അത്രയ്ക്ക് മനോഹരമാണ്. അതെ അതെ അതെ. വി ദി പീപ്പിൾ തുടങ്ങിയിട്ടുള്ള തീർച്ചയായും ഈ ഗീവ് അവർ സെൽഫ് ടു ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നമുക്ക് തന്നെ ഈ ഭരണഘടന നൽകുന്നു എന്നാണ്. അതിൽ ഫ്രറ്റേണിറ്റി വരുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം വരുന്നുണ്ട്, ജസ്റ്റിസ്. വാസ്തവത്തിൽ ഭരണഘടനയുടെ ഒരു ആകത്തുക ഈ ആത്മാവാണ് ഈ എന്ന് പറയാം. അത്രയും നല്ലൊരു മൗലികാവകാശങ്ങളും എല്ലാം ഈ മേഖലയിലെത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ കൊടുക്കാവുന്ന ഒരു ഡിഗ്രി പഠനത്തിന് അല്ലെങ്കിൽ നമ്മൾ +2 പഠനത്തിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു ലോ മേഖലയിലേക്ക് തിരിയേണ്ട ഒരു വിദ്യാർത്ഥി എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് സാറൊരു... അതായത് ഇപ്പോൾ ഇന്ന് നല്ല സ്കോപ്പുള്ളൊരു മേഖലയാണ് ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ. അപ്പോൾ ഇതുവരെ മുമ്പ് ഞാനൊക്കെ സർവീസിൽ കയറുമ്പോൾ മുൻസിഫാണെങ്കിൽ 5 വർഷത്തെ പ്രാക്ടീസ് വേണമെന്നുള്ളതായിരുന്നു. പിന്നെ ഇടക്കാലത്ത് വെച്ച് അത് തീരെ വേണ്ട, പ്രാക്ടീസേ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷ ചെയ്ത് അങ്ങനെ അത് കുറച്ചാലേ വന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു 3 വർഷമെങ്കിലും വേണമെന്ന് വീണ്ടും നിയമം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പം നല്ല സർവീസ് കണ്ടീഷൻസും എല്ലാ ശമ്പളമാണെങ്കിലും ഒക്കെ ഒന്ന് ജുഡീഷ്യൽ ഓഫീസേഴ്സിന് നല്ലൊരു നിലയുള്ള, പക്ഷേ ഹാർഡ് വർക്ക് ഇവിടെ അത്യാവശ്യമാണ്. നമ്മൾ അതിപ്പോൾ ലോ ഫീൽഡിൽ വരുമ്പോൾ തന്നെ നല്ലൊരു വക്കീലാകണം തന്നെ ഹാർഡ് വർക്ക് വളരെ അത്യാവശ്യമാണ്. വെറുതെ നമ്മൾ മറ്റുള്ള ജോലി കയറുന്ന കാര്യം ഡിഗ്രി എടുത്തിട്ട് നമുക്ക് വിലസാന്ന് വിചാരിക്കരുത്. പൊതുവെ കേസില്ലാത്ത വക്കീലെന്നുള്ളൊരു പ്രയോഗം അതാണ് പറഞ്ഞത്. വളരെ ഒഴിവുണ്ട്, താഴെ വളരെ തിരക്കാണ് പറഞ്ഞത്. കാരണം മുകളിലെത്തിയാൽ വളരെ ഫ്ലറിഷിംഗ് ആയിരിക്കും, താഴെ വളരെ ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് കേസുകളുടെ ഈ നിയമങ്ങളുടെ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോ പിന്നെ സുപ്രീം കോടതിയിലെ സീനിയർ ആയിട്ടുള്ള വക്കീലുമാരൊക്കെ വാങ്ങുന്ന ശമ്പളത്തിന്റെ വലിയ ഫീസൊക്കെ 75 lakhs ഒക്കെ വാങ്ങുന്ന വക്കീൽമാരുണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല. കേൾക്കാറുണ്ട് ഒരു കേസിൽ ഒരു അപ്പിയറൻസിനൊക്കെ പറഞ്ഞേക്കാം എനിക്ക്. അപ്പോൾ അത് അത്രയ്ക്ക് എക്സ്ട്രീം. നേരെ മറിച്ച് ഇവിടെ താഴെ. അപ്പോൾ ഹാർഡ് വർക്ക് വളരെ വലിയ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വലിയ ഇന്ത്യയിലെ തന്നെ വക്കീലന്മാർ നല്ലൊരു പ്രൊഫഷനാണിത്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ ചരിത്രത്തെ ദിശ തിരിച്ചതും നേതൃത്വം കൊടുത്തതും ഒക്കെ വലിയ വക്കീലന്മാരായിരുന്നല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണല്ലോ. മഹാത്മാഗാന്ധി, നെഹ്റു, ജിന്ന, പട്ടേൽ, തിലക് ഇവരൊക്കെ വലിയ അഭിഭാഷകരായിരുന്നു. അപ്പോൾ അത് നല്ലൊരു പാരമ്പര്യമുള്ളൊരു പ്രൊഫഷനാണിത്. അപ്പോൾ എന്തുകൊണ്ടും അഭിമാനിക്കാവുന്നതും പുരോഗമിക്കാവുന്നതും സാധ്യതയുള്ളൊരു പ്രൊഫഷനാണിത്. കുട്ടികളപ്പോൾ ഹാർഡ് വർക്ക് ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, താങ്ക് യു സർ. വളരെ മനോഹരമായ അറിവ് നൽകുന്ന കുറേ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ഞങ്ങളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. നമുക്ക് കൂടിക്കാഴ്ച പരിപാടിയിൽ വീണ്ടും കാണാം. എല്ലാ പീസ് റേഡിയോ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.